നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഒരു ചായക്കത്ര 5 രൂപ, ഇപ്പൊ ഒരു ചായക്കത്ര ഉണ്ടോ? 12 രൂപ, 12, 10. കേട്ടില്ലേ? ഇതാണ് ഇൻഫ്ലേഷൻ. വാങ്ങുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വില കൂടുന്നൊരവസ്ഥയാണ് പണപ്പെരുപ്പം, വിലക്കയറ്റം എന്നൊക്കെ പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നു എന്നതാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് കിട്ടുമായിരുന്നു സങ്കല്പിക്കുക. അപ്പോൾ 100 രൂപയുണ്ടെങ്കിൽ 10 പാക്കറ്റ് ബ്രെഡ് വാങ്ങാൻ കഴിയും. എന്നാൽ ഈ വർഷം ഒരു പാക്കറ്റ് ബ്രെഡിന് 20 രൂപയായി. അഥവാ 10 പാക്കറ്റ് വാങ്ങണമെങ്കിൽ 200 രൂപ കൊടുക്കണം. പക്ഷെ നമ്മുടെ വരുമാനം കൂടിയിട്ടില്ല. അതായത് നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുറിന് പഴയ വാങ്ങൽ ശേഷിയില്ല. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ 3.16% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഡിമാൻഡ്ഫുൾ ഇൻഫ്ലേഷൻ, അഥവാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം കൂടുമ്പോൾ വില കൂടുന്നു. 2, കോസ്റ്റ്ഫുൾ ഇൻഫ്ലേഷൻ, ഉത്പാദന ചെലവ് കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നു. ഇത്തരത്തിൽ പണത്തിന്റെ മൂല്യം കുറയുകയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്.